ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആർക്കൊക്കെയാണ് സൂര്യോദയം കാണാൻ ഇഷ്ടം? അല്ല, ആർക്കായിരിക്കും ഇഷ്ടമല്ലാത്തതല്ലേ? സൂര്യോദയം കാണാൻ പ്രത്യേക രസമാണല്ലോ. പ്രത്യേകിച്ച് ഒരു വെളുപ്പിന് ഒരു ടൈം ആണെങ്കിൽ പറയും കൂടെ വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ താമസിച്ച ഹോട്ടലിന്റെ മുകളിൽ നല്ല അടിപൊളി വ്യൂ ഉണ്ടെന്ന്. മുകളിലാണെങ്കിൽ ടെറസ് ഉണ്ട്, അതിന്റെ മണ്ടയിലൊരു ടെറസ് ഉണ്ട്. അപ്പൊ അവിടെ നിന്നുള്ള എല്ലാ വ്യൂ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങൾ തലേ ദിവസം സൂര്യോദയത്തിന് ടൈമിംഗ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 6:12 അങ്ങനെ എന്തോ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ അലാറം വെച്ചില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ 6:15 എന്തോ ഭാഗ്യത്തിന് എണീറ്റായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എണീച്ച ഉടനെ തന്നെ സൂര്യോദയം കാണാൻ വേണ്ടി ഓടി. സോ ഇതാണെങ്കിൽ ഞങ്ങൾ താമസിച്ച 6th ഫ്ലോറിലെ റൂമിലാണല്ലോ. സോ അവിടെ നിന്ന് നേരെ ഉള്ള ടെറസ്, അവിടെ നിന്ന് ഒരു ഡോർ ഓപ്പൺ ചെയ്ത ടെറസ് ഉണ്ട്. ആ വ്യൂ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് സൂര്യൻ ഉദിച്ചിരുന്നു. എന്നാലും കുഴപ്പമില്ല, കുറച്ച് കണ്ടു. പിന്നെ കുറച്ച് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോ എടുക്കണ്ടേ എന്ന് ഓർത്തത്. അങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്. പിന്നെ സൂര്യൻ അങ്ങ് ഉദിക്കുന്ന വരെ നല്ലോണം വീഡിയോ എടുത്തു. കുറേ നേരം ഇരുന്ന് വീഡിയോ എടുക്കുമായിരുന്നു, ഷോർട്സിനുള്ളതും ലോങ് വീഡിയോക്കുള്ളതും. കാരണം എത്ര നമ്മളെ കണ്ടിട്ടും എനിക്കങ്ങോട്ട് മതിയാവുന്നില്ല, വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ല. പിന്നെ ചിലരൊക്കെ വിചാരിക്കും, ഓ സൂര്യോദയമൊക്കെ നമ്മളിവിടെ വീട്ടിലും കാണുന്നതല്ലേ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഇങ്ങനെ വന്ന് കന്യാകുമാരിയിലെ സൂര്യോദയം ഒരു പ്രത്യേക ഭംഗിയാണ്. അതെന്താണെന്ന് അറിയത്തില്ല. താഴെ അപ്പയും അനിയനൊക്കെ നിൽക്കുന്നുണ്ടോ? ഞാനാണെങ്കിൽ ആ ഞങ്ങളുടെ നേരെയുള്ള ഫ്ലോറിൽ നിന്ന് കണ്ടല്ലോ, അതിന്റെ മുകളിൽ ടെറസ് ഉണ്ടെന്ന് പറഞ്ഞില്ല, ചെറിയൊരു ടെറസാണ്, ഒരു സ്പേസ് പോലെ. അതിന്റെ മുകളിൽ പോയി എന്നാണ് ഞാൻ കണ്ടത്. ഇത് കണ്ട വിവേകാനന്ദ പാറയും ഗ്ലാസ് ബ്രിഡ്ജും തിരുവള്ളൂർ പ്രതിമയും എല്ലാം നമുക്ക് ഇവിടുന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ പോയത്, ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. സോ അങ്ങനെ സൂര്യോദയമൊക്കെ കണ്ടു, ഒരു ഡാൻസ് എടുത്തു, കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ അപ്പയും അനിയനും കൂടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, അവിടെ പോയി. അപ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുക. നമുക്ക് ഓരോ സ്ഥലത്ത് പോകണല്ലോ, പോകാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏത് അമ്പലം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതവർ നടന്നു പോയപ്പോൾ ഞാൻ മേളിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. നമുക്ക് ഇവിടെ നിന്നതാ കണ്ടോ, ആ ഗോപുരം പോലെ കണ്ടോ, ആ അമ്പലത്തിലാണ് ഇവർ പോകുന്നത്. ഈ അമ്പലത്തിലാണ്, ഒരു ചെറിയ അമ്പലം തോന്നുന്നു. പക്ഷെ എനിക്ക് പിന്നെ ഇപ്പൊ ആലോചിക്കുമ്പോൾ തോന്നുന്നു എനിക്കും കൂടെ പോവായിരുന്നു എന്ന്. ഇനിയാണെങ്കിലും കന്യാകുമാരി പോകൂല, ആ സമയത്ത് ആ അമ്പലത്തിൽ പോവാം. എന്തായാലും ഈ ഹോട്ടലിൽ തന്നെ സ്റ്റേ ചെയ്തോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫെസിലിറ്റീസും എല്ലാ കാര്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇവിടെ തന്നെ സ്റ്റേ ചെയ്തോളൂ. അപ്പൊ ആ അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ തൊട്ട് താഴെ ഒരു ഹോട്ടലുണ്ട്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ആണെങ്കിൽ അപ്പയും അമ്മയും അനിയനും കൂടെ പോയി ഫുഡ് കഴിച്ചു. ഞാൻ പോയില്ലായിരുന്നു, എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു. സംഭവം എനിക്ക് അന്ന് ഒരു വീഡിയോ ഒക്കെ ഇടണമായിരുന്നു. അന്ന് ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ഒരു വോയിസ് ഓവർ എടുത്ത ഒരു വീഡിയോ ഇട്ടത്. അപ്പൊ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ ഇരിക്കുക, അപ്പൊ എനിക്ക് കൊണ്ടുതരാന്ന് പറഞ്ഞു. സോ തൊട്ട് തരം ഒരു ചെറിയ ഹോട്ടലാണ്. ഞാൻ തലേ ദിവസം രാത്രി അവിടെ നിന്നാണ് കഴിച്ചത്. മുമ്പത്തെ ഞങ്ങൾ വന്ന ദിവസം രാത്രി. അപ്പൊ വന്ന ദിവസം ഉച്ചയ്ക്ക് കഴിച്ചത് ഒരു വലിയ ഹോട്ടലിൽ നിന്നായിരുന്നു, മറ്റേ ശരവണ ഭവനിൽ നിന്ന്. സോ അവിടെ ഞങ്ങൾ 4 പേരും കഴിച്ച ഫുഡിന്റെ റേറ്റിന്റെ പകുതി മതിയായിരുന്നു ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ. പക്ഷെ ഇവിടെ ഉച്ചയ്ക്ക് ഫുഡില്ല, രാവിലെയും വൈകിട്ടും രാത്രിയിലൊക്കെ ഉള്ളൂ. പക്ഷെ നല്ല അടിപൊളി ഹോട്ടലാണ്. ബാക്കി എല്ലാ ഫുഡും ആണെങ്കിലും ഇവിടെ നിന്നുണ്ടായിരുന്നു. അത് ഏത് ഹോട്ടലാന്നൊക്കെ ഞാനൊരു ഷോർട്സിൽ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം റേറ്റും കുറവാണ്, നമുക്ക് നല്ല വൃത്തിയിൽ നല്ല ഫുഡും കഴിക്കാം, നല്ല ആംബിയൻസും എല്ലാം ഉള്ള ഹോട്ടലാണ്. അങ്ങനെ എവിടെ പോയാലും നെയ്റോസ്റ്റ് മാത്രം കഴിക്കുന്ന ഞാൻ ഇന്ന് കഴിച്ചത് ഭൂരിയാണ്. ഭൂരിയും വടയും കിഴങ്ങുകറിയും ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു സത്യം പറഞ്ഞാൽ. നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ താഴേന്ന് മേളി വരെ കൊണ്ടുവന്നാൽ മതിയല്ലോ, അപ്പൊ പിന്നെ ചൂടാറത്തും ഇല്ലല്ലോ. സാധാരണ എല്ലാവരും ഇങ്ങനെ ടൂറൊക്കെ പോകുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഹെൽത്തിനൊക്കെ ഇഷ്യൂസും അങ്ങനെയൊക്കെ വരുന്നതാണല്ലോ പതിവ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ഷോർട്സ് ഒക്കെ ഇടാന്ന് പറഞ്ഞത്. കാര്യം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഹോട്ടൽ നല്ലതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഫുഡ് അവിടെ ഇല്ലെന്നാണ് പറഞ്ഞത്. രാവിലെ ഉണ്ട്, വൈകിട്ടും രാത്രിയിലൊക്കെ ഉണ്ട്, റേറ്റും കുറവാണ്. ഞങ്ങൾ ഫസ്റ്റ് ഡേ ശരവണ ഭവനിൽ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ ഇഷ്ടമാണല്ലോ. പക്ഷെ അവിടെ ചോറാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പോലെ എല്ലാ കൂട്ടാനുമുള്ള ചോറ് അവിടെ നിന്ന് കിട്ടത്തില്ല. 2-3 കറിയും അങ്ങനെ എന്തോ ഒരു പേരാണ്. ചോറ് കിട്ടും, പക്ഷെ 2-3 കറിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ ഈ ഡേ, അതായത് ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഡേ ഉണ്ടല്ലോ, അന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചൊരു ഹോട്ടലുണ്ട്. അവിടെ ആണെങ്കിൽ എല്ലാ ഫുഡും എല്ലാം ഉണ്ട്. ഫ്രൈഡ് റൈസ് ഉണ്ട്, ചോറുണ്ട്, നോർമലി എല്ലാം കിട്ടുന്ന എല്ലാ ഫുഡും ഉണ്ടായിരുന്നു. സോ അതിൻ്റെ വീഡിയോ എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുമല്ലോ. നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ പോകുമ്പോൾ താമസിക്കാനുള്ള ഹോട്ടൽ കണ്ടുപിടിക്കേണ്ട, കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയില്ല. അതുകൊണ്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നല്ല അടിപൊളി ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ കറങ്ങാൻ ഇറങ്ങുകയാണ്. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നു ആദ്യം. അപ്പോൾ ഞാൻ താമസിച്ച ഹോട്ടൽ ഇതാ ഒന്നുകൂടെ കാണിക്കുക. അതിന് താരമുള്ള ആ ചെറിയൊരു സ്പേസ് കണ്ട്, ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഹോട്ടലുണ്ടല്ലോ, വില കുറച്ച് നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ആ ഹോട്ടലാണ് അത്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു തുടങ്ങിയപ്പോൾ ഇവിടെ കുറെ ടാക്സി ഇങ്ങനെ ഓടിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഇവിടെ പോകണം അവിടെ പോകണം എന്തൊക്കെയോ ചോദിച്ചായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് ഞങ്ങൾ ശുചീന്ദ്രത്ത് പോകണമെന്ന് ഇങ്ങനെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റേറ്റ് ചോദിച്ചപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിങ്ങനെ ഡൗട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ആൾ ഞങ്ങളുടെ അടുത്തോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ പോയേക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പ്ലാനിങ്ങിലേ ഇല്ലാത്തൊരു കാര്യമായിരുന്നു അവിടെ പോകുന്നത്. അങ്ങനെ തന്നെ ഞങ്ങളുടെ കാറിൽ ഇങ്ങനെ ശുചീന്ദ്രത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോ കാണിക്കാം. കാരണം അല്ലെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത ഭയങ്കര വലിയ വീഡിയോ ആകും. അതുകൊണ്ട് അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോ കാണിക്കാം. സോ ടിൽ ദെൻ ബൈ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.